അപ്പോൾ ഉത്സവത്തിൻ്റെ ആദ്യ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടു. ആനയില ശിവേലി കണ്ടു രാവിലെ. ഉച്ചയ്ക്ക് ശേഷം ആനയോട്ടം കണ്ടു. ഇനി വൈകിട്ട് കൊടിയേറ്റവും കൂടി കാണണം. അപ്പോഴേ ഒന്നാം ഉത്സവം പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. ഏതാനും ചില നിമിഷങ്ങൾക്കകം ഇവിടെ കൊടിയേറ്റം നടക്കുന്നതാണ്. ഇപ്പോൾ ചുറ്റമ്പലത്തിനകത്ത് കൊടിമരത്തിൻ്റെ ചോടെ കൊടിപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്ത്രിയുടെ ആഭിമുഖ്യത്തിലാണ് കൊടിപൂജ നടക്കുന്നത്. അതിനുശേഷം കൊടിയേറ്റമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും കൊടിമരത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലാണ് ആ കൊടി ഏറി വരുന്നതെന്ന് കാണാനായിട്ട്. ഇവിടെ അനേകം തരത്തിലുള്ള വാദ്യഘോഷങ്ങളുടെയും മേളങ്ങളുടെയും കലാപരിപാടികളുടെയും ഒക്കെ ശബ്ദം കേൾക്കാമെങ്കിലും നാളെ മുതൽ നമുക്ക് ആ കാറ്റിലാടുന്ന കൊടിയുടെ മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എന്താണെന്നറിയാത്തൊരു സന്തോഷം നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും കേട്ടോ. ഇത്രയധികം ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും നമുക്ക് ആ കൊടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉള്ള ഒരു മാധുര്യം പറഞ്ഞറിയിക്കാൻ വയ്യ.